ഹായ് നമസ്കാരം ഏവർക്കും PSC ക്ലൈംബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ 47/24 എന്ന ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ഒരു ക്ലാസ് ഈ ഒരു ഹിസ്റ്ററി ക്വസ്റ്റ്യൻ്റെ പാർട്ട് 1 ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നവോത്ഥാന നായകന്മാരെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ സോൾവ് ചെയ്തത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫാക്റ്റുകളും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇന്ന് ബാക്കി വരുന്ന ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എയിൽ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കൊള്ളുക, ഏതായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരുന്നത്. മരുതം മേഖലയിൽ ഉള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ജീവിത ഉപാധി എന്ന് പറയുന്നത് എന്താണ്? തണ്ണീർത്തട കൃഷിയാണ് അല്ലേ. പിന്നെ പാലായിലാണെങ്കിലോ അവര് കൊള്ളയടിച്ചാണ് ജീവിച്ചിരുന്നത്. മുല്ലായി ആണെങ്കിൽ മൃഗസംരക്ഷണമാണ്. നെയ്റ്റൽ ആണെങ്കിൽ ഉപ്പ് നിർമ്മാണമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുകളിലേക്ക് വരാം. ഇത് നമ്മുടെ SCERT-യിൽ ഇതിനെപ്പറ്റി പറയുന്നതാണ് കേട്ടോ. നോക്കാം, സംഘം കൃതികളിൽ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാചീന തമിഴകം 5 ഭൂവിഭാഗങ്ങളായി അറിയപ്പെട്ടിരുന്നു. ഇവ തിണകൾ എന്ന് വിളിക്കപ്പെട്ടു. തിണകൾക്ക് അതിൻ്റെതായ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ്? പ്രാചീന തമിഴകം 5 ഭൂവിഭാഗങ്ങളായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇതിനെ നമ്മൾ തിണകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എത്ര തിണകളുണ്ട്? 5 തിണകളാണ് ഉള്ളത്. അപ്പൊ നോക്കാം, 5 എണ്ണാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത്. കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്ത്തൽ. എന്താണ്? കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്ത്തൽ. ഇനി നോക്കാം, എന്താണ് ഇവരുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷത. കുറിഞ്ചി ആണെങ്കിൽ മലയോരങ്ങൾ അല്ലെങ്കിൽ മല കൂടിയിട്ടുള്ള പ്രദേശങ്ങളാണ്, മലയോര പ്രദേശങ്ങളാണ് കുറിഞ്ചിയിൽ കാണുന്നത്. ദെൻ മുല്ലയിലാണെങ്കിൽ പുൽമേടുകൾ, കാട്, ഇതൊക്കെയാണ് കൂടുതലും മുല്ലയിൽ കാണപ്പെടുന്നത്. ദെൻ പാല എന്ന് പറയുന്നത് വരണ്ട പ്രദേശമാണ്. മരുതം എന്ന് പറയുന്നത് വയലാണ്, അതാണ് നമ്മൾ തണ്ണീർത്തട കൃഷി എന്ന് പറഞ്ഞത് അല്ലെ. ദെൻ നെയ്ത്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. സോ ഇത് SCERT-യിൽ കൊടുത്തിരിക്കുന്ന സവിശേഷതകളായതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് മാച്ച് ദ ഫോളോയിങ് പോലെ ചോദിക്കാവുന്നതാണ്. നോക്കാം, കുറിഞ്ചി പ്രദേശത്തിനെ പറ്റി പറയുവാണേ. ഇത് പർവ്വത പ്രദേശമാണ്. കേരളത്തിലെ മലനാട് ഉൾപ്പെടുന്ന പ്രദേശമാണ് സംഘകാലത്ത് കുറിഞ്ചി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, കേരളത്തിലെ മലനാട് ഉൾപ്പെട്ട പ്രദേശം സംഘകാലത്ത് അറിയപ്പെട്ട പേര് ഏതാണ്? കുറിഞ്ചി എന്നാണ്. ഇനി ഇവിടുത്തെ താമസക്കാരെ വിളിക്കുന്നത് വേട്ടുവർ എന്നാണ്. കുറിഞ്ചി പ്രദേശത്തെ താമസക്കാരെ വിളിക്കുന്നത് വേട്ടുവർ എന്നാണ്. അപ്പൊ അതൊരു മലയോര പ്രദേശമാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെയോ അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ മലനാട് ഉൾപ്പെടുന്ന പ്രദേശമാണ് അതെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ ഇവിടുത്തെ താമസക്കാർ വേട്ടുവർ എന്നാണ് അറിയപ്പെട്ടത്. ഇനി അടുത്തതാണ് മുല്ലൈ പ്രദേശം. കാട്ടുപ്രദേശങ്ങള്, കുന്നുകള്, പുൽമേടുകള് എന്നിവ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഇവിടുത്തെ താമസക്കാർ ആയർ അല്ലെങ്കിൽ ഇടയർ എന്നാണ് അറിയപ്പെട്ടത്. അപ്പൊ രണ്ടാമത്തെ പ്രദേശമാണ് മുല്ലൈ പ്രദേശം എന്ന് പറയുന്നത്. ഇതെന്താണ്? കാട്ടുപ്രദേശങ്ങള്, കുന്നുകൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, പുൽമേടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ താമസിക്കുന്ന ആളുകളെ ആയർ അല്ലെങ്കിൽ ഇടയർ എന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത്. ഇനി വേട്ടുവർ എന്ന് പറയുന്നത് കുറിഞ്ചി പ്രദേശത്തുള്ളവരാണ് കേട്ടോ. ദെൻ അടുത്തതാണ് പാലൈ. പാലയില് പാഴ്നിലമായ മണൽ പ്രദേശമാണ്. ഇതിലെ വ്യക്തികൾ മറ്റുള്ളവരെ കൊള്ളയടിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു. സോ അതാണ് പാലയുടെ സവിശേഷത. അടുത്തത് മരുതം. കൃഷി ചെയ്യുന്ന നാട്ടുപ്രദേശങ്ങൾ, കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ഈ തിണയിലായിരുന്നു. കേരളത്തിൽ ഇടനാട് ഉൾപ്പെടുന്ന പ്രദേശമാണ് സംഘകാലത്ത് മരുതം തിണയിൽ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ താമസക്കാർ ഉഴവർ എന്ന് അറിയപ്പെടുന്നു. അവിടെ ഓർത്തു വെക്കണം, കേരളത്തിലെ
മലനാട് ഉൾപ്പെടുന്ന പ്രദേശം ഏതാണ്? നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, അത് കുറിഞ്ചിയാണ്. എന്നാൽ കേരളത്തിലെ ഇടനാട് ഉൾപ്പെടുന്ന പ്രദേശമാണ് മരുതം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇവിടുത്തെ താമസക്കാരെ ഉഴവർ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തതുള്ളത് ലാസ്റ്റ് നെയ്ത്തലാണ്. സമുദ്ര തീരങ്ങളും തീരപ്രദേശവും ഇവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് മീൻപിടുത്തമായിരിക്കും. അപ്പൊ സമുദ്ര തീരങ്ങളും തീരപ്രദേശങ്ങളുമാണ് ഈ ഒരു നെയ്ത്തലിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രധാന തൊഴിൽ അപ്പൊ സ്വാഭാവികമായിട്ടും മീൻപിടുത്തമാണ്. ഇവിടുത്തെ താമസക്കാർ പരട്ടവർ, മീനവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. പരട്ടവർ, മീനവർ എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ഒരു ക്വസ്റ്റിനെ പറ്റി പറയാനുള്ളത്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? അവിടെ ജമാഅത്ത് ഇ ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ് ഇങ്ങനത്തെ സംഘടനകളുടെ പേര് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനിൽ. ഇതിലേതാണ്? എല്ലാം അല്ലെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടിയന്തരാവസ്ഥ കാലത്ത് മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സംഘടനകളെയും നിരോധിച്ചിരുന്നു. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഈ അടിയന്തരാവസ്ഥയെ പറ്റിയാണ്. കാരണം റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്, എത്ര തവണ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റീസെന്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിന് ചോദിച്ചു. 3 തവണയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നടക്കുന്നത് 1962 ഒക്ടോബർ 26-നാണ്. ആദ്യത്തെ നടക്കുന്നത് 1962 ഒക്ടോബർ 26-നാണ്. ഇത് പ്രഖ്യാപിച്ചത് എസ് രാധാകൃഷ്ണനാണ്. പിൻവലിച്ചത് സക്കീർ ഹുസൈനാണ്. ദെൻ രണ്ടാമത്തേത് നടക്കുന്നത് 1971 ഡിസംബർ 3-നാണ്. ഇത് പ്രഖ്യാപിച്ചത് VV ഗിരിയാണ്. പിൻവലിച്ചത് BD ജെട്ടിയാണ്. സോ രണ്ടാമത്തത് 1971 ദെൻ അടുത്തത് 1975 ജൂൺ 25-നാണ് മൂന്നാമതായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇത് പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. പിൻവലിച്ചത് BD ജെട്ടിയാണ്. ഓക്കെ, അപ്പൊ അത്രയും ഇയേഴ്സ് 1962, 1971, 1975 ഇത്രയും ഇയേഴ്സ് ഓർമ്മിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകത്തിന്റെ കർത്താവ്. അപ്പോൾ ഈ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഗാന്ധിജിയെ പറ്റി പലരും എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെ പറ്റി റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് OAയിൽ പോലും അതിന്റെ മെയിൻസിൽ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ നിങ്ങൾ റിലേറ്റഡ് ഫാക്റ്റുമായിട്ട് പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സോ നമുക്കിതിന്റെ റിലേറ്റഡ് ഫാക്റ്റ് കൂടി നോക്കാം. നോക്കിക്കൊള്ളുക. ഗാന്ധി ഓൺ നോൺ വയലൻസ് എന്ന കൃതി എഴുതിയത് തോമസ് മെർട്ടൺ ആണ്. ഗാന്ധി ഓൺ നോൺ വയലൻസ് എന്ന കൃതി എഴുതിയത് തോമസ് മെർട്ടൺ ആണ്. ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതേപോലെ ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന കൃതി എഴുതിയത് ലൂയിസ് ഫിഷർ ആണ്. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന കൃതി എഴുതിയത് ആരാണ്? ലൂയിസ് ഫിഷർ ആണ്. പിന്നെ അടുത്തത് ഗ്രേറ്റ് സോൾ മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ജോസഫ് ലെലിവെൽഡ് ആണ്. അപ്പോൾ ജോസഫ് ലെലിവെൽഡിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഗ്രേറ്റ് സോൾ മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ. അടുത്തത് ജോൺ റസ്കിൻ്റെ പുസ്തകമാണ്. ഗാന്ധിജിയെ സ്വാധീനിച്ച അൺ ടു ദ ലാസ്റ്റ് എന്ന കൃതി രചിച്ചതാരാണ് എന്നാണ് ചോദ്യം വരിക. അത് ജോൺ റസ്കിനാണ്. സോ ജോൺ റസ്കിൻ്റെ കൃതിയാണ് അൺ ടു ദ ലാസ്റ്റ്. ഇനി അടുത്തതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഡേ ടു ഡേ വിത്ത് ഗാന്ധി എന്ന കൃതി രചിച്ചത് മഹാദേവ് ദേശായി ആണ്. അടുത്തത് മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അത് പഠിക്കാനുള്ളൊരു കോഡാണ് ഇഹനയം.
ഇഹ നയം എന്നുള്ള കോഡൊന്ന് ഓർത്താൽ മതി. ഈ പത്രങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. റീസെൻ്റ് ആയിട്ട് നടന്ന ആ ഒരു സെക്രട്ടേറിയറ്റ് OA മെയിൻസിനും ഇതിൽ നിന്ന് ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ഇഹ നയത്തിലെ ഈ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഒപ്പീനിയൻ, ഹ ഹരിജൻ, ന നവജീവൻ, ദെൻ യാ വരുന്നത് യങ് ഇന്ത്യ. അപ്പോൾ ഈ യങ് ഇന്ത്യ ആയിരുന്നു ഞാൻ ഈ പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന, ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന, കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇഹ നയം, ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ, നവജീവൻ, യങ് ഇന്ത്യ, ഇതെല്ലാം മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? ആരാണ്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, രാജ്ഗുരു ആണ്. ഇനി ആ കേസിനെ പറ്റി കുറച്ചുകൂടെ നോക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു ലാഹോർ ഗൂഢാലോചന കേസ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷനിലെ ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ വിപ്ലവകാരികളായ സഖാക്കളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് പ്രതികാരമായി ബ്രിട്ടീഷ് ഓഫീസർ JP സോണ്ടേഴ്സിൻ്റെ കൊലപാതകത്തെ തുടർന്ന് ഭഗത് സിംഗും കൂട്ടാളികളും അറസ്റ്റിലായി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തി. അപ്പോൾ എന്താണ് ഈ ഒരു ഗൂഢാലോചനയുടെ റീസൺ എന്നുള്ളതും കൂടെ ഈ കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്കിതിൻ്റെ വിചാരണയിലേക്ക് വരാം. അവിടെ നിന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ലാഹോർ ഗൂഢാലോചന കേസിൻ്റെ വിചാരണ 1930 ജൂണിൽ ആരംഭിച്ച് 1930 ഒക്ടോബറിൽ അവസാനിച്ചു. ബോംബാക്രമണത്തിലും സോണ്ടേഴ്സിൻ്റെ കൊലപാതകത്തിലും ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവർക്കെതിരെ കുറ്റം ചുമത്തി. കോടതി അവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി തൂക്കിക്കൊല്ലാൻ വിധിച്ചു. മറ്റുള്ളവർക്ക് വ്യത്യസ്ത തടവ് ശിക്ഷകൾ ലഭിച്ചു. അപ്പോൾ ഇവിടെ ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയാണ് തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് രാജ്ഗുരു മാത്രമേ ഉള്ളൂ. സോ അതാണ് അവിടെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി ആണെന്ന് നമ്മൾ പറഞ്ഞത്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പ്രസ്താവന ഇങ്ങനെയാണ്: ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ. രണ്ടാമത്തത് ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1ഉം 3ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ്, 2ഉം 4ഉം ആണ് തെറ്റ്. പിന്നെ നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് പഠിക്കാം. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. 1789. ഇനി വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്: ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്തെ ഫ്രാൻസിലെ ഭരണാധികാരി അത് ലൂയി 16 ഇനി റൂസോയുടെ വാക്കുകളെ പറ്റി മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ്: മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചെങ്ങലകളിലാണ്. ഇത് ആരുടെ വാക്കുകളാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. റൂസോയുടെ ആണ് എന്ന് ഓർത്തു വച്ചേക്കുക. മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചെങ്ങലകളിലാണ്. അടുത്തത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണെന്ന് ചോദിക്കാം. ഫ്രഞ്ച് വിപ്ലവം. അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം ഏത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അടുത്തത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് ഇടയാക്കിയ സെപ്റ്റംബർ കൂട്ടക്കൊല നടന്ന വർഷം. സെപ്റ്റംബർ കൂട്ടക്കൊല നടന്നത് 1792 ഇനി അടുത്തത് 2ഉം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള പോയിന്റുകളാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഭരണാധികാരി ലൂയി 15 ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 സോ രണ്ടും തമ്മിൽ മാറിപ്പോവാതെ പഠിച്ചു വച്ചേക്കുക. ഇനി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഇത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നടന്നത് 1789 ജൂൺ 20 അതേപോലെ ബാസ്റ്റിൽ ജയിൽ തകർക്കപ്പെട്ടത് 1789 ജൂലൈ 14 ഇതൊക്കെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വച്ചേക്കാം. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ റൂസോയാണ്.
ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വേദപുസ്തകം എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വേദപുസ്തകം എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ റിലേറ്റഡ് ഫാക്റ്റുകളിൽ നിന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവുകയാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയതുകൊണ്ട് നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ ക്ലാസ്സുകൾ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. താങ്ക്